ചാലക്കുടി ലയൺസ് ക്ലബിൻ്റെ ഈ വർഷത്തെ സർവീസ് പ്രോജക്റ്റുകളുടെ ഭാഗമായി പാലസ് റോഡ് ഉൾപ്പെടുന്ന റിംഗ് റോഡും പരിസരവും ജനങ്ങളുടെ സഹകരണത്തോടെ മാലിന്യമുക്തമാക്കി സൗന്ദര്യവൽക്കരണം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചാലക്കുടി ലയൺസ് ക്ലബിൻ്റെ ഈ വർഷത്തെ സർവീസ് പ്രൊജക്റ്റുകളുടെ ഭാഗമായി 16 മുതൽ 20 വരെയുള്ള 5 വാർഡുകളിലെ പോലീസ് സ്റ്റേഷൻ റോഡ്, ഹോസ്പിറ്റൽ റോഡ്, പാലസ് റോഡ് ഉൾപ്പെടുന്ന റിംഗ് റോഡും പരിസരവും ജനപങ്കാളിത്തത്തോടെ മാലിന്യമുക്തമാക്കി സൗന്ദര്യവൽക്കരണം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വാർഡുകളിലെ വികസന സമിതിയെ ഉൾപ്പെടുത്തി മാതൃകാ റോഡാക്കി മാറ്റുകയാണ് ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി വീടുകളിൽ മാലിന്യ സംസ്കരണ യൂണിറ്റുകൾ സ്ഥാപിക്കൽ, തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങളിൽ തണൽ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കൽ, ബോധവൽക്കരണ സെമിനാറുകൾ സംഘടിപ്പിക്കൽ, നടപ്പാത, ബെഞ്ചുകൾ എന്നിവ സ്ഥാപിക്കൽ തുടങ്ങിയവ നടപ്പിലാക്കും. ഒക്ടോബർ 1 നഗരസഭാ ചെയർമാൻ AB ജോർജ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. വാർത്താസമ്മേളനത്തിൽ വാർഡ് കൗൺസിലർ VJ ജോർജി, ലയൺസ് ക്ലബ് ഭാരവാഹികളായ സാജു പാത്താടൻ, ജോമി കാവുങ്കൽ, ഈപ്പൻ തോമസ്, VS സന്ദീപ് എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. നാശമായിക്കൊണ്ടിരിക്കുന്നത് ഒരു പരിധിവരെ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ കൊണ്ടാണ്. കാരണം ബോട്ടിലുകൾ കടലിൽ ചെല്ലുകയും കടലിൽ അത് വെയിലിൻ്റെ അല്ലെങ്കിൽ സൂര്യൻ്റെ ചൂടേറ്റ് ഒടിഞ്ഞ് അത് മത്സ്യങ്ങൾ കഴിച്ച് ആ മത്സ്യം കഴിക്കുന്നത് നമ്മളിൽ ക്യാൻസർ ഉണ്ടാക്കുകയും ചെയ്യുന്ന വലിയ അപകടകര അവസ്ഥയുണ്ട്. ഇപ്പോൾ അതിൽ മണ്ണിലായാലും മണ്ണിന് ക്യാൻസർ ഉണ്ടാക്കുന്ന സംഗതിയാണ് പ്ലാസ്റ്റിക്. അപ്പോൾ അത് കളക്ട് ചെയ്യുന്നു, വീതിയിലുടനീളം കോൺക്രീറ്റിന്റെ പാത നിർമ്മിക്കുന്നു, വിശ്രമത്തിനായി ബെഞ്ചുകൾ സ്ഥാപിക്കുക, നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് പൂച്ചെടികൾ വളർത്തുക. കാരണം പരിസരം വൃത്തിയാകുമ്പോഴാണ് അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അതുപോലെ കൊണ്ടുനടക്കാനായിട്ട് നമുക്കറിയാം. എനിക്കൊരു 25 വർഷത്തെ സർവീസ് പ്രോജക്റ്റുകളുടെ ഭാഗമായിട്ട് ചാലക്കുടി നഗരസഭയിലെ 16, 17, 18, 19, 20 വാർഡുകളിൽ ഉൾപ്പെട്ട പോലീസ് സ്റ്റേഷൻ റോഡ്, ഹോസ്പിറ്റൽ റോഡ്, പാലസ് റോഡ് ഉൾപ്പെടുന്ന റിംഗ് റോഡും പരിസരവും ഈ വാർഡിലെ വികസന സമിതിയുടെയും ലയൺസ് ക്ലബിൻ്റെയും നേതൃത്വത്തിൽ ജനപങ്കാളിത്തത്തോടെ മാലിന്യമുക്തമാക്കി സൗന്ദര്യവൽക്കരണം നടത്തി നഗരത്തിലെ ഒരു മാതൃക റോഡാക്കി മാറ്റുന്നതാണ് ഞങ്ങളുടെ പദ്ധതി. സെന്റ് ജെയിംസ് അക്കാദമി, മറ്റ് പുള്ളിയമ്പലം, അങ്ങനെ നിരവധി വളരെ പ്രധാനപ്പെട്ട പോലീസ് സ്റ്റേഷൻ, BEd കോളേജ്, അങ്ങനെ നിരവധി സ്ഥാപനങ്ങൾ ഈ റോഡിൽ നിലകൊള്ളുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലയൺസ് ക്ലബ്ബായിട്ട് ചേർന്നിട്ട് അതൊരു മാതൃകാ റോഡ് എന്നുള്ള രീതിയിൽ ഏറ്റവും വൃത്തിയായി കൊണ്ടുനടക്കാൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ 16, 17, 18, 19, 20 ഇത്രയും വാർഡുകളാണ്. 5 വാർഡുകൾ ഈ ഇതിൻ്റെ പരിധിയിൽ വരും. അതിൽ ബഹുഭൂരിപക്ഷ ഭാഗം വന്നത് 18-ാം വാർഡിലാണ്. അതുകൊണ്ടാണ് ഞാനതിൽ കൂടുതൽ താല്പര്യം എടുക്കാൻ കാരണം